ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് തുടങ്ങാനുള്ളത്. അത് കുറച്ച് തിയറിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിയറി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് 1 എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ള ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നാണ് നമ്മളിതിൽ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓരോ നമ്മൾ ഹൈപ്പോത്തിസിസ് പറഞ്ഞ അനുമാനം എന്നുള്ളതാണ് കറക്റ്റ് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയാനുള്ളത് അല്ലേ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മളൊരു കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ആ ഹൈപ്പോത്തിസിസിനെ പറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി പല മെത്തേഡുകളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുണ്ട്. ഹൈപ്പോത്തിസിസ് തന്നെ പലതരത്തിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് അതിൽ പറയാനുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്നത് 2 ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ വരികയാണെങ്കിൽ സെറ്റ് ടെസ്റ്റും, സാമ്പിളിൻ്റെ എണ്ണം വളരെ കുറയുകയാണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റുമാണ് ഉപയോഗിക്കുക. ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ 30 വരെ വരികയാണെങ്കിലാണ് നമ്മൾ സ്മോൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതിലും 30യിലും കുറവ് വരുമ്പോൾ സ്മോൾ ടെസ്റ്റാണ്. സ്മോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുക. അതേമാതിരി തന്നെ 30 എബവ് നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് 30യിലും എബവ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാർജ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഹൈപ്പോത്തിസിസിൻ്റെ ഡിഫിഷ്യൻസി ഏതൊക്കെയാണ് ഹൈപ്പോത്തിസിസിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പറയാം കേട്ടോ. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോ ടോപ്പിക്കുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. എ പാരാമീറ്റർ ഈസ് എ ഫങ്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ മെയിൻ. പാരാമീറ്റർ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ മെയിൻ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഡിറൈവ്ഡ് ഫ്രം ദി പോപ്പുലേഷൻ. ഇത് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ട് ഈസ് മെൻ ബൈ പാരാമീറ്റർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ മീനിൻ്റെ ഒരു ഫങ്ഷനെയാണ് നമ്മളിത് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്നത്. എ പാരാമീറ്റർ ഈസ് എ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ മീൻ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഡിറൈവ്ഡ് ഫ്രം ദി പോപ്പുലേഷനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുകയാണ് പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ ഇത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണക്കിൽ തരും. അപ്പോൾ ദാറ്റ് ഈസ് എ പാരാമീറ്റർ. ആ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റർ എന്നുള്ളതിൽ പാരാമീറ്റർ എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ പാരാമീറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ പാരാമീറ്റർ ഈസ് എ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ്. It is a statistical measure derived from the population. For example, population mean എന്ന് പറഞ്ഞാൽ is a parameter. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സാമ്പിൾ സ്റ്റഡി ഈസ് ടു ഡ്രോ. നമുക്കറിയാം 2 തരത്തിലുള്ള സ്റ്റഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പിളിങ്ങും സെൻസസും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് മെൻ ബൈ സാമ്പിളിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ സെൻസസ് അല്ലേ. അപ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്പിളിംഗ് മെത്തേഡ് അല്ലേ. അപ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയും എടുത്ത് പ്രത്യേകം പഠിക്കുകയാണെങ്കിൽ നമ്മളതിനെ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നു അല്ലേ. ഇപ്പം ഒരു ലൊക്കാലിറ്റിയിലെ കാര്യങ്ങളെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 1-2 എണ്ണത്തിനെ പറ്റി പഠിച്ച് മറ്റേതും അതായിരിക്കും എന്നുള്ളൊരു അസംഷൻ എത്തുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സെൻസസ് സാമ്പിളിംഗ് എന്നുള്ളതിലൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സാമ്പിൾ സ്റ്റഡി ഈസ് ടു ഡ്രോ ഇൻഫറൻസസ് എബൌട്ട് ദ പോപ്പുലേഷൻ. ഇൻഫറൻസസ് പറഞ്ഞാൽ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് വെച്ചെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അബൌട്ട് ദി പോപ്പുലേഷൻ ബൈ എക്സാമിനിങ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പറഞ്ഞാൽ നമ്മളൊരു സാമ്പിൾ സ്റ്റഡി നടത്തുന്നു അല്ലേ. അപ്പോൾ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയെ പറ്റി കേന്ദ്രീകരിച്ച് നമ്മൾ എന്തിനെങ്കിലും പറ്റി സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത്
ഈസ് ടു ഡ്രോ ഇൻഫറൻസസ് എബൌട്ട് ദി പോപ്പുലേഷൻ by examining only a part of the population. Such inference is known as, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. The statistical inference is therefore the process by which we draw conclusion about the population. നമ്മൾ പോപ്പുലേഷനെ പറ്റി ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസും രണ്ടാമത്തെ എസ്റ്റിമേഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, രണ്ടാമത്തെ ഒന്നാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഇപ്പോൾ ചോദിക്കും, എക്സാമിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ പോപ്പുലേഷനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ, നമ്മൾ സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഡ്രോ കൺക്ലൂഷൻ എബൌട്ട് ദി പോപ്പുലേഷൻ, നമ്മളൊരു കൺക്ലൂഷനിലെത്തുക. നമ്മളൊരു പോപ്പുലേഷനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണ് എന്നുള്ള കാര്യം നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സാമ്പിൾ സ്റ്റഡി ഈസ് ടു ഡ്രോ ഇൻഫറൻസസ് or about the population by examining only a part of the population. Such an inference is called statistical inference. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഡ്രോ കൺക്ലൂഷൻ എബൌട്ട് ദി പോപ്പുലേഷൻ. അപ്പോൾ നമുക്കൊരു ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് മൈൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഡ്രോ കൺക്ലൂഷൻ എബൌട്ട് ദി പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നു. അതിൽ രണ്ടെണ്ണാണുള്ളത്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസും പിന്നെ എസ്റ്റിമേഷനുമാണുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതിൻ്റെ ഒരു അനുമാനത്തിലെത്തുക, അതാണ് അനുമാനം എന്നുള്ളൊരു വേർഡാണ് നമുക്ക് ഈ ഹൈപ്പോത്തിസിസ് എന്നുള്ളതിൽ പറയാനുള്ളത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഇസ് എ പ്രോസസ് ഓർ പ്രൊസീജിയർ under which is a statistical hypothesis is laid down and is accepted or rejected on the basis of random sample drawn from the population. അല്ലേ, അപ്പോൾ റാൻഡം സാമ്പിളിനനുസരിച്ച് നമ്മളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതിനെയാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈസ് എ പ്രോസസ് ഓർ പ്രൊസീജിയർ അണ്ടർ വിച്ച്, ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ്. അതിലെന്താണ് നമ്മൾ പറയുന്നത്, എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഈസ് ലേഡ് ഡൗൺ ആൻഡ് ഈസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. എങ്ങനെ, ഒന്നുകിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. എന്തിനനുസരിച്ച്, ഓൺ ദി ബേസിസ് ഓഫ് റാൻഡം സാമ്പിൾ ഡ്രോൺ ഫ്രം ദി റാൻഡം സാമ്പിൾ ഡ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളതിൽ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യം നമുക്ക് പോപ്പുലേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അതേമാതിരി തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ്, നമ്മൾ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ് ഉണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് തീരും. അത്രയാണ് നമുക്ക് ഇനി ഈ ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായി ബേസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിൽ ഇനി മൊത്തം പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇനി പഠിക്കാനുള്ളത്. ഇത്രയും കൂടി പഠിച്ചാൽ നമ്മുടെ ഈ ടോപ്പിക്ക് എടുത്ത് കഴിയും. അപ്പം നമ്മുടെ കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത് സെറ്റ് ടെസ്റ്റ്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ 30 എബോവ്, 30 ആണ് മിനിമം പറയുന്നത്. 30 എബോവ് സാമ്പിൾ വരികയാണെങ്കിൽ നമ്മൾ അത് ലാർജ് ടെസ്റ്റ് ആണ്. ലാർജ് ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. പിന്നെ 30ലും താഴെ 30ലും താഴെയായിട്ടാണ് നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അതേമാതിരി പിന്നെ കൈ സ്ക്വയർ ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റാണ്, അത് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് പറയെടുക്കുമ്പോൾ. പിന്നെ എഫ് ടെസ്റ്റ് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വാരിയൻസ്, അനോവ, അതിൽ വരുന്നതാണ് എഫ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഒരു പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നതിനെയാണ് എന്താ പറയുന്നത്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതിൽ പറയുന്നത്. ഇനി അടുത്തത് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. എന്തൊക്കെ പ്രൊസീജിയറാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ഫോർ ടെസ്റ്റിംഗ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്കിതിൽ അഡോപ്റ്റ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മളെങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുകയാണ് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണം. സെറ്റ് അപ്പ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. രണ്ട് തരത്തിലുള്ള നൾ ഹൈപ്പോത്തിസിസും ഉണ്ട്, അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ഉണ്ട്. നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ H0, ക്യാപിറ്റൽ ലെറ്റർ H,
H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ H1 എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സെറ്റ് അപ്പ് നൾ ഹൈപ്പോത്തിസിസ് H0 ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് H1 എന്ന് പറയുന്നത്. പിന്നെ ഡിസൈഡ് ദി അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ, ഏത് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് നൾ ഹൈപ്പോത്തിസിസും അതേമാതിരി അൾട്ടർനേറ്റീവ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ടു ബി കണ്ടക്റ്റഡ്, നമുക്ക് ഒരു ടെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നൾ ഹൈപ്പോത്തിസിസ് ആണോ ആൾട്ടർനേറ്റീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ആ ടെസ്റ്റിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഏത് ക്രൈറ്റീരിയയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, സെറ്റ് ടെസ്റ്റ് വേണോ, ടി ടെസ്റ്റ് വേണോ, എഫ് ടെസ്റ്റ് വേണോ, കൈസ്ക്വയർ ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. ഇനി തേർഡ് വൺ, സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് വേണ്ടത്, സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ 1% ലെവൽ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് നോക്കുന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് ഫോർമുല. അപ്പം നമുക്ക് സെറ്റ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ x-μ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു, അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ ദി ഒപ്റ്റെയിൻ, അത് കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ, ഇപ്പോൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, അതുപയോഗിച്ചിട്ട് നമ്മൾ ടേബിൾ വാല്യൂ അല്ലേ, ഒപ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കറസ്പോണ്ടിങ് ടു ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, മേക്ക് എ ഡിസിഷൻ ഓർ ആക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തിസിസ്, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. ഇത്രയും സ്റ്റെപ്സാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്, വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ആർ ടു ബി ഫോളോഡ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റപ്പ്. എന്താണ് നമ്മൾ സെറ്റപ്പ്, നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെറ്റപ്പ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ടു ബി കണ്ടക്റ്റഡ്. അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഡിസൈഡ് ദി അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ. നമ്മൾ ഏത് ടെസ്റ്റാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് അപ്രോപ്രിയേറ്റ് അനുയോജ്യമായ ടെസ്റ്റ് ഏതാണെന്ന് വെച്ചെങ്കിൽ ടെസ്റ്റ് ക്രൈറ്റീരിയൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് പറയുന്നു, സ്പെസിഫൈ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ്റ് എങ്ങനെയൊക്കെയാണ്, 1% ആണോ 5% ആണോ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഏതാണെന്ന് നമ്മൾ നോക്കുന്നു. പിന്നെ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, അപ്രോപ്രിയേറ്റ് ഫോർമുല അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ടേബിൾ വാല്യൂ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പ്രകാരം നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ടേബിൾ വാല്യൂവും കാൽക്കുലേറ്റഡ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സായിട്ട് പറയാനുള്ളത്. പ്രൊസീജിയർ ഫോർ യൂസിങ് ടെസ്റ്റിംഗ്. അപ്പോൾ ആദ്യം ഒന്നുകൂടിയും പറയാം, ശ്രദ്ധിക്കൂ. ആദ്യം setting up of null hypothesis and alternative hypothesis appropriate to the test to be conducted. അത് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോക്കി. പിന്നെ രണ്ടാമതായിട്ട് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഏത് വേണം, സെറ്റ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ എഫ് ടെസ്റ്റ് ആണോ ഏതാ വേണ്ടത് എന്നുള്ള ടെസ്റ്റ് ക്രൈറ്റീരിയൻ നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 1% ലെവലാണോ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണോ വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ കാൽക്കുലേറ്റ് ദ വാല്യൂ കണ്ടുപിടിച്ച് സമവാക്യം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ടോപ്പിക് അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് മേ therefore be defined as a tentative conclusion logically drawn concerning the parameter and the form of distribution of the population അല്ലേ. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് മേ therefore be defined as a, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക, എ ടെനറ്റീവ് കൺക്ലൂഷൻ ലോജിക്കലി ഡ്രോൺ കൺസേണിങ് ദി പാരാമീറ്റർ ആൻഡ് ദി ഫോം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പോപ്പുലേഷൻ. നെക്സ്റ്റ് വൺ,
ഈ ഹൈപ്പോത്തസിസിനെ നമ്മൾ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിനെ നമ്മൾ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 3 ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. ആദ്യത്തെയാണ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. മൂന്നാമത്തെ നൾ ഓർ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 ആയിട്ടാണ് ഹൈപ്പോത്തസിസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഇത് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളതാണ്. ഫസ്റ്റ് വൺ സിമ്പിൾ ഓർ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. മൂന്നാമത്തെ നൾ ഓർ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അങ്ങനെ 3 ആയിട്ടാണ് ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. എ ഹൈപ്പോത്തസിസ് മേ ബി സിമ്പിൾ ഓർ കോമ്പോസിറ്റ്. അപ്പോൾ ഇഫ് എ ഹൈപ്പോത്തസിസ് ഈസ് കൺസേണിങ് ദി പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി സച്ച് ആസ് ഫങ്ഷണൽ ഫോം ഈസ് ദ പാരാമീറ്റർ ഈസ് കോൾഡ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. സിമ്പിൾ ആയത് അല്ലേ, ഒന്നുമില്ല മുഴുവനായിട്ടും. ഇഫ് എ ഹൈപ്പോത്തസിസ് കൺസേണിങ് ദി പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി, പോപ്പുലേഷൻ മുഴുവനായിട്ടും സച്ച് ആസ് ഫങ്ഷണൽ ഫോം ആൻഡ് ദി പാരാമീറ്റർ ഈസ് കോൾഡ്, അങ്ങനത്തെ പാരാമീറ്ററിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നു. ഇഫ് എ ഹൈപ്പോത്തസിസ് ഇസ് നോട്ട് സിമ്പിൾ ദെൻ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലേ. എല്ലാതും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്നും, അങ്ങനെ അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് പിന്നെ കോംപ്ലക്സ് ആയത് അല്ലേ, അതിനെയാണ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് മേ ബി സിമ്പിൾ ഓർ കോമ്പോസിറ്റ്. ഹൈപ്പോത്തസിസിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ സിമ്പിൾ, സെക്കൻഡ് വൺ കോമ്പോസിറ്റ്. ഇഫ് എ ഹൈപ്പോത്തസിസ് ഈസ് കൺസേണിങ് ദി പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി സച്ച് ആസ് ഫങ്ഷണൽ ഫോം ആൻഡ് ദ പാരാമീറ്റർ ഈസ് കോൾഡ്, അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇഫ് എ ഹൈപ്പോത്തസിസ് ഈസ് നോട്ട് സിമ്പിൾ ദെൻ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. ദി ഹൈപ്പോത്തസിസ് പോപ്പുലേഷൻ ഈസ് നോർമൽ വിത്ത് മീൻ 25, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 10. നമുക്കെല്ലാം തരുന്നു അല്ലേ, മീൻ ഇത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ തരുന്നു. അപ്പോൾ നമുക്കത് വെറുതെ വാല്യൂ ആ ഇക്വേഷൻ എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. അതിനെയാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ദി പോപ്പുലേഷൻ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 25, അത്ര മാത്രമേ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് മീൻ 25 എന്ന് മാത്രമേ തരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അത് മൊത്തം ഇൻഫോർമേഷൻ തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ സിമ്പിൾ എന്നും അല്ലാത്തതിനെ കോമ്പോസിറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് വൺ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. എ ഹൈപ്പോത്തസിസ് വിച്ച് ഇസ് സ്പെസിഫിക് ഓൺലി പാരാമീറ്റേഴ്സ് ഓഫ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എന്താണ് എ ഹൈപ്പോത്തസിസ് സ്പെസിഫൈ ചെയ്യുന്നു അല്ലേ, കറക്റ്റായിട്ട് പറയുന്നു. എ പാരാമീറ്റർ which specifies only parameters of the probability density function അല്ലേ, ഇന്ന പാരാമീറ്റേഴ്സ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇഫ് എ ഹൈപ്പോത്തസിസ് സ്പെസിഫൈസ് ഓൺലി ദി ഫോം ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നു. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒന്നുകൂടിയും പറയാം. 2 തരത്തിൽ പറഞ്ഞു, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് പറഞ്ഞു. പാരാമെട്രിക് ഹൈപ്പോത്തസിസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈ ഓൺലി ദി പാരാമീറ്റേഴ്സ് ഓഫ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലേ, വിച്ച് സ്പെസിഫൈ ചെയ്യാവുന്ന കൃത്യമായിട്ട് പറയുക. എന്ത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ? ഓൺലി ദി പാരാമീറ്റേഴ്സ് ഓഫ് ദി അല്ലേ, പാരാമീറ്റേഴ്സ് മാത്രമാണ് പറയുന്നുള്ളൂ എങ്കിൽ അതിനെ പാരാമെട്രിക് എന്ന് പറയുന്നു. ഇനി നോൺ പാരാമെട്രിക് ആണെങ്കിലോ, ഇഫ് എ ഹൈപ്പോത്തസിസ് സ്പെസിഫൈ ഓൺലി ദി ഫോം ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലേ, അതിനെയാണ് നോൺ പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. ദി ഹൈപ്പോത്തസിസ് മീൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 25, മീൻ 25 പാരാമെട്രിക്. നേരെ മറിച്ചുള്ളോ പോപ്പുലേഷൻ ഈസ് നോർമൽ ഈസ് നോൺ പാരാമെട്രിക്. മീൻ ഇത്ര എന്ന് പറയുന്നു അല്ലേ, കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. മറ്റേതിൽ ഫോം മാത്രമാണ് പറയുന്നുള്ളൂ നോൺ പാരാമെട്രിക് ആകുമ്പോൾ. അപ്പോൾ അതിനെയാണ് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മീൻ ഓഫ് പോപ്പുലേഷൻ ഈസ് 25 എന്ന് പറയുന്നത് പാരാമെട്രിക് അല്ല, മീൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് നോർമൽ എന്ന് പറയുകയാണെങ്കിൽ അതിന് നോൺ പാരാമെട്രിക് എന്ന് പറയുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. തേർഡ് വൺ
A null hypothesis can be defined as statistical hypothesis which is stated for the purpose of possible acceptance. ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് പറയാനുള്ളത്. എ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഒറിജിനൽ ഹൈപ്പോത്തിസിസ് ആൻഡ് ഹൈപ്പോത്തിസിസ് അതർ ദാൻ നൾ ഹൈപ്പോത്തിസിസ് അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു ഇൻഫറൻസ് കണ്ടാൽ, ഒരു കൺക്ലൂഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. അപ്പോൾ എ നൾ ഹൈപ്പോത്തിസിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ഒറിജിനൽ ഹൈപ്പോത്തിസിസ്. ഇനി ഹൈപ്പോത്തിസിസ് അതർ ദാൻ നൾ അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. സോ വെൻ ദി നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് വി ആക്സെപ്റ്റഡ് അതർ ഹൈപ്പോത്തിസിസ് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്താൽ വേറൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഡിനോട്ടഡ് ബൈ H0 ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് ഡിനോട്ടഡ് ബൈ H1 എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്താൽ വേറൊരെണ്ണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. നൾ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യാൻ H0 എന്നും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യാൻ H1 എന്നുമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് പറഞ്ഞു? സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് പറഞ്ഞു അല്ലേ. അപ്പോൾ വാട്ട് ഈസ് മെൻ ഒന്നുകൂടിയും പറയാം. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിൽ എന്താ പറയുന്നത്? ഒരു കൺക്ലൂഷൻ ലോജിക്കലി, നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നു അല്ലേ. ലോജിക്കലി ഡ്രോൺ കൺസേണിങ് ദ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഒന്നെങ്കിൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, അതിനെയാണ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ടെനറ്റീവ് കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷൻ എത്തുന്നു. ലോജിക്കലി ഡ്രോൺ കൺസേണിങ് ദ പാരാമീറ്ററിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫോം ഓഫ് ദി പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: സിമ്പിൾ ഓർ കോമ്പോസിറ്റ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്, നൾ ഓർ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അങ്ങനെ മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സിമ്പിൾ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് പറയുന്നത്? ഈ 5 എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. മീൻ ഇത്ര, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനെ സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ഇനി അങ്ങനെ ഫുള്ളായിട്ട് മെഷർ ചെയ്യാണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തിസിസ് അല്ലേ. പാരാമെട്രിക് ആണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും പാരാമീറ്റർ എന്താണ് എന്നുള്ള കാര്യം. മീൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 25 എന്നുള്ള കാര്യം മെഷർ ചെയ്തിട്ടുണ്ടായി. നോൺ പാരാമെട്രിക്കിൽ അത് മെഷർ ചെയ്തിട്ടുണ്ടല്ലോ, ഫോം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടാകും. ഫോം ഓഫ് ദി ഡെൻസിറ്റി ഫംഗ്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ഫോം പറയുകയെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഈസ് നോർമൽ എന്ന് പറഞ്ഞുള്ള ഫോം മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. എ നൾ ഹൈപ്പോത്തിസിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് ഇതിലൂടെ പറയുന്നത് അല്ലേ. അപ്പോൾ എ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഒറിജിനൽ ഹൈപ്പോത്തിസിസ്. എനി ഹൈപ്പോത്തിസിസ് അതർ ദാൻ നൾ ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ് അല്ലാത്തതിനെ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വെൻ നൾ ഹൈപ്പോത്തിസിസ് എവിടേക്കാണോ റിജക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വി ആക്സെപ്റ്റ് ദി അതർ ഹൈപ്പോത്തിസിസ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. നൾ ഹൈപ്പോത്തിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ H0 എന്നും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് H1 എന്നുമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ദി ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടഡ് ഫ്രം ദി സാമ്പിൾ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ സച്ച് ടെസ്റ്റ് നടത്തുന്നതിനനുസരിച്ചിട്ടാണ്. സച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺലി യൂസ്ഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ദ ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ ടു റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ്, ആക്സെപ്റ്റ് ചെയ്യണോ ഒരു കാര്യം റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം ഈസ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടഡ് ഫ്രം ദി സാമ്പിൾ അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആ സച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. കോമൺലി യൂസ്ഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെറ്റ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ്, അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ നോക്കൂ, സെലക്ട് എ നമ്പർ ഓഫ് റാൻഡം സാമ്പിൾ ഓഫ് ഡെഫിനിറ്റ് സൈസ് ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ, കാൽക്കുലേറ്റ് സം സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ഈച്ച് ഓഫ് ദീസ് സാമ്പിൾ we find are different in values. So sample statistics is a variable and therefore it should have so distribution. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളിതിൽ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ദസ് ഒബ്റ്റെയിൻഡ് ഫ്രം സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കുക, എ സെലക്ട് എ നമ്പർ ഓഫ് റാൻഡം സാമ്പിൾ. അപ്പം നമ്മൾ കുറേ സാമ്പിളുകളെ സെലക്ട് ചെയ്തു, എഫ് ഡെഫിനിറ്റ് സൈസ് ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ ആൻഡ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ സാമ്പിളുകൾ നമ്മൾക്ക് കിട്ടിയില്ലേ. ആ സാമ്പിളുകൾ കിട്ടിയതൊക്കെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഫ്രം ഈച്ച് ഓഫ് ദി സാമ്പിൾ, ഈ ഓരോ സാമ്പിളിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. വി ഫൈൻഡ് ദേ ആർ ഡിഫറെൻറ്റ് ഇൻ വാല്യൂ. അപ്പോൾ ഓരോന്നും കാണുമ്പോഴും അവ ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ വേരിയബിൾ ആൻഡ് ദെർഫോർ ഇറ്റ് ഷുഡ് ഹാവ് എ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മൾ ആദ്യം കുറേ റാൻഡം സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. ഡെഫിനിറ്റ് സൈസ് ഉള്ള റാൻഡം സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. ആ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറേ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ. അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തുന്നു അല്ലേ. എന്നിട്ട് വി ഫൈൻഡ് ദീസ് ഡിഫറെൻറ്റ് വാല്യൂസ്, അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കണ്ടെത്തി. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിൻ. അപ്പം നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നു, അതിനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊന്നുമില്ല, കുറേ റാൻഡം സാമ്പിൾസ് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു, അതിനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാതിരി നമ്മൾ എഴുതുന്നു. അതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സാമ്പിൾ മീൻ. നെക്സ്റ്റ് പറയുന്നത്, സാമ്പിൾ മീൻ ഈസ് എ റാൻഡം വേരിയബിൾ ആസ് ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ സാമ്പിൾ ടു അനദർ വിത്ത് എ പർട്ടിക്കുലർ പ്രോബബിലിറ്റി അല്ലേ. പ്രത്യേക പ്രോബബിലിറ്റിയിൽ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. Therefore, sample mean has a probability distribution known as sampling distribution of sample mean. Mean and standard deviation of such sampling distribution respectively mu and standard deviation divided by root n. Mu എന്ന് പറഞ്ഞാൽ population mean ആണ്. standard deviation n എന്ന് പറഞ്ഞാൽ size of sample. അപ്പോൾ എന്താണ് ഇതിൽ വരുന്നത് വെച്ചെങ്കിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ. അതിലെന്തൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ, സാമ്പിൾ മീൻ ഈസ് എ റാൻഡം വേരിയബിൾ ആസ് ഇറ്റ് ചേഞ്ചസ് ഫ്രം സാമ്പിൾ ടു എന്നത് എത്രത്തോളം ചേഞ്ച് ആണ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ വരുന്നുണ്ട്. മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീനും വരും, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം സിഗ്മ, അങ്ങനെ ചിന്നിട്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് സാമ്പിളിനെയാണ് എൻ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ എന്താണ് പറയാനുള്ളത്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടി, അത് പല ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏതൊക്കെ ടെസ്റ്റുകളാണ്, സെറ്റ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, അത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളെ കിട്ടിയിരിക്കുന്ന വാല്യൂസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് എ നമ്പർ ഓഫ് റാൻഡം സാമ്പിൾ ഓഫ് എ ഡെഫിനിറ്റ് സൈസ് ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ, എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് എററാണ് പറയാനുള്ളത് കേട്ടോ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എടുക്കാനുള്ള സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളൊരു ടോപ്പിക്കാണ് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the standard deviation of a sampling distribution of a statistics is called standard error of that statistic.
അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താ നമ്മൾ പറയുന്നത് യൂസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി sampling distribution is of a statistics is called standard error. അതിനെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ. എന്തൊക്കെ യൂസസ് ആണ് സ്റ്റാൻഡേർഡ് എററിനുള്ളത് എന്നുള്ളതാണ്. വാട്ട് ആർ ദി യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഗിവൺ ഹൈപ്പോത്തിസിസ് എത്രയാണ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് എറർ ഗീവ്സ് ആൻ ഐഡിയ എബൌട്ട് ദ റിയലബിലിറ്റി ഓഫ് ദി സാമ്പിൾ. നമ്മുടെ ഈ സാമ്പിൾ എത്രത്തോളം റിയലബിൾ ആണ്, യഥാർത്ഥത്തിലുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. ഡിറ്റർമിൻ ദ കോൺഫിഡൻസ് ലിമിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. കോൺഫിഡൻസ് ലിമിറ്റ്സ് എത്രയാണ്, മീൻ എത്രയാണ്, പ്രപ്പോർഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എറർ, വാട്ട് ആർ ദി യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ അല്ലെ. എന്തൊക്കെ യൂസസ് ആണ് സ്റ്റാൻഡേർഡ് എററിനുള്ളത് എന്നുള്ളത് പറയാൻ എന്തൊക്കെയാണ് പറയാം. സ്റ്റാൻഡേർഡ് എറർ ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് എറർ ഗീവ്സ് എൻ ഐഡിയ, നമുക്ക് എന്ത് ഐഡിയ ആണ് എബൌട്ട് ദി റിയലബിലിറ്റി ഓഫ് ദി ഡാറ്റ. നമ്മൾ ഡാറ്റാസ് ഈ വിവരങ്ങൾ കളക്ട് ചെയ്താൽ അത് എത്രത്തോളം റിയലബിൾ ആണ്, യഥാർത്ഥമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോൺഫിഡൻസ് ലിമിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ, ഒരു കോൺഫിഡൻസ് ലിമിറ്റ് ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എറർ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. പിന്നെ സ്റ്റാൻഡേർഡ് എറർ ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഗിവൺ ഹൈപ്പോത്തിസിസ്, gives an idea about the reliability of the sample. Standard error can be used to determine the confidence on the limits of the population. ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. ഒരു ടോപ്പിക്കും കൂടിയും പറയാം, ശ്രദ്ധിക്കുക. എന്തൊക്കെ ഡിഫറൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്റ്റാൻഡേർഡ് എററും കൂടി ഉള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഏതിലാണ് വരുന്നതാണ്, ഡിസ്പേഴ്സൺ അല്ലേ, ഡിസ്പേഴ്സണിൽ വരുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സണിൽ വരുന്ന ഒന്നാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെ, ഡിസ്പേഴ്സണിൽ വരുന്നതാണ്. നേരെ മറിച്ച് സ്റ്റാൻഡേർഡ് എറർ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. മറ്റേതാണെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ, ഇത് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ് ദി വാരിയബിലിറ്റി എത്രത്തോളം ഉണ്ട് ഓർ കോൺസിസ്റ്റൻസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സീരീസ് അല്ലേ. വാരിയബിലിറ്റി അല്ലെങ്കിൽ കോൺസിസ്റ്റൻസിയാണ് ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. നേരെ മറിച്ച് എററിലാണെങ്കിലോ കറക്റ്റ്നെസ് ഓർ റിയലബിലിറ്റി ഓഫ് എസ്റ്റിമേറ്റഡ് വാല്യൂ അല്ലേ. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എത്രത്തോളം കറക്റ്റാണ്, അതേമാതിരി റിയലബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ റിലേഷൻ ടു ദ മീൻ ഓഫ് ദി സീരീസ്. ഇതിനനുസരിച്ചാണ് മീനിനനുസരിച്ചിട്ട്. നേരെ മറിച്ച് സ്റ്റാൻഡേർഡ് എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ റിലേഷൻ ടു മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കോയിഫിഷ്യൻ എക്സെട്ര. അപ്പോൾ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ മീനിനനുസരിച്ചിട്ടാണ്. മറ്റേതാണെങ്കിൽ എറർ ആണെങ്കിൽ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കോയിഫിഷ്യൻ എക്സെട്ര അല്ലേ. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സഹായിക്കുന്നു. സ്റ്റാൻഡേർഡ് എറർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്.
സ്റ്റാൻഡേർഡ് എററും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അല്ലേ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് എറർ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ. നേരെ മറിച്ച് സ്റ്റാൻഡേർഡ് എറർ ആണെങ്കിലോ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തെ പോയിൻറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വാരിയബിലിറ്റി ആൻഡ് കോൺസിസ്റ്റൻസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് അല്ലേ? മറ്റേതിലാണ് എന്താണ് മെഷർ ചെയ്യുന്നത്? കറക്റ്റ്നെസ് ആൻഡ് റിയലബിലിറ്റി ഓഫ് ദി എസ്റ്റിമേറ്റ്. എത്രത്തോളം നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂ കറക്റ്റഡ് ആണ്, അതിൻ്റെ റിയലബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ മെഷർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ റിലേഷൻ ടു ദ മീൻ ഓഫ് ദി സീരീസ്. മറ്റേത് ഇതിനൊക്കെയാണ് മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എക്സെട്ര. Standard deviation can be used to find out standard error. Standard error can be used for estimation and testing of hypothesis. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ? ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിക്കുക. ആദ്യം മുതൽ നമുക്ക് ഒന്നുകൂടിയും പറയാം, ശ്രദ്ധിക്കുക. തിയറി പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നതാണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പാരാമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ? വാട്ട് ഈസ് മെൻ ബൈ പാരാമീറ്റർ? പാരാമീറ്റർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ മീനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പറഞ്ഞാൽ ഡ്രോയിങ് കൺക്ലൂഷൻ എബൌട്ട് പോപ്പുലേഷൻ, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. വാട്ട് ഈസ് മെൻ ബൈ, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ലൈനിലൊക്കെയാണ് പറയുന്നത് വെച്ചെങ്കിൽ ഡ്രോയിങ് കൺക്ലൂഷൻ എബൌട്ട് പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസും എസ്റ്റിമേഷനുമാണ് പറയാനുള്ളത്. ഇനി അടുത്താണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ അനുമാനത്തിലെത്തുക അല്ലേ? ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതിനെയാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിൽ ആദ്യം നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആണോ ആൾട്ടർനേറ്റീവ് ആണോ എന്നുള്ള കാര്യം സെറ്റപ്പ് ചെയ്തു. പിന്നെ ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? കൈ സ്ക്വയർ വേണോ, എഫ് ടെസ്റ്റ് വേണോ, ടി ടെസ്റ്റ് വേണോ, സെറ്റ് ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെസിഫൈഡ് ദ ലെവൽ ഓഫ് പെർസെൻറ്റേജ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണോ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണോ എന്നുള്ള കാര്യം തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിൾ വാല്യൂ കാണുന്നു. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആണ് പറയാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിൽ നമുക്ക് പറയാനുള്ള സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ്. പിന്നെ ഏതാ പറയുന്നത്? പറയൂ. സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ്. പിന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്, നൾ ഓർ ആൾട്ടർനേറ്റീവ്. സിമ്പിളായത് അല്ലേ? എല്ലാ കാര്യങ്ങളും പോപ്പുലേഷൻ ഫംഗ്ഷനെ പറ്റി എല്ലാ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ എന്നും അങ്ങനെ തരാത്തതിനെ കോമ്പോസിറ്റ് എന്നും പറയുന്നു. ഇനി പാരാമെട്രിക് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരാമെട്രിക്, അതിൻ്റെ ഫോം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ നോൺ പാരാമെട്രിക്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അല്ലേ? വെൻ നൾ ഹൈപ്പോത്തിസിസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് വരുന്നു? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വരുന്നു. നള്ളിനെ H0 എന്നും ആൾട്ടർനേറ്റീവിനെ H1 എന്നുള്ളതുകൊണ്ടുമാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ ഏത് ടെസ്റ്റാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്? കൈ സ്ക്വയറോ എഫ് ടെസ്റ്റോ ടി ടെസ്റ്റോ ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു അല്ലേ? അപ്പോൾ കിട്ടുന്ന ഡാറ്റാസിനെയൊക്കെ നമ്മൾ സാമ്പിൾ രൂപത്തിൽ എഴുതി അതിൽ നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് എററാണ് പിന്നെ പറഞ്ഞത്. പിന്നെന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ്, അതിനെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂസസ് പറഞ്ഞു അല്ലേ? പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. എന്തൊക്കെ ഡിഫറൻസാണ് നമ്മൾ പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സണിൽ വരുന്നതാണ്. മറ്റേതാണെങ്കിൽ ഈസ് എ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിലൂടെ മെഷർ ചെയ്യുന്നത് എന്താണ്? വാരിയബിലിറ്റി ആൻഡ് കോൺസിസ്റ്റൻസിയാണ്. മറ്റേതിലാണെങ്കിൽ കറക്റ്റ്നെസ് ആൻഡ് റിയലബിലിറ്റിയാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ കാൽക്കുലേറ്റഡ് വിത്ത് എ മീൻ ഓഫ് ദി സീരീസ്. മറ്റേതാണെങ്കിലും മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഔട്ട് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്തിനു വേണ്ടിയിട്ടാണ്? എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ തിയറിയിൽ പറഞ്ഞത്. ഇനിയും തിയറി കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് തിയറി പാർട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ.